സോഷ്യൽ മീഡിയ റീലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ താരമാണ് മീനു വി. ലക്ഷ്മി. തൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ വിശേഷങ്ങളും മീനു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന മീനുവിൻ്റെ വിവാഹവും സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വേദനയുള്ള ഒരു വാർത്തയുമായാണ് മീനു എത്തിയിരിക്കുന്നത്. എൻ്റെ അബോർഷൻ ജേണി എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ്. എന്താണ് സംഭവിച്ചത് എന്നും എന്തുകൊണ്ടാണ് എന്നും പോസ്റ്റിൽ മീനു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വ്യത്യസ്തമായ പല ഇമോഷനുകളും നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ. ഞാൻ ഗർഭിണിയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കേണ്ട ത്രില്ലിലും സന്തോഷത്തിലും ആയിരുന്നു. വീട്ടുകാരോടും അടുത്ത സുഹൃത്തുക്കളോടും രണ്ടാമത്തെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സന്തോഷ വാർത്ത അറിയിക്കാം എന്നായിരുന്നു ആദ്യം ഞങ്ങൾ കരുതിയത്. എന്നാൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു. എന്നാൽ നിർഭാഗ്യവശാൽ രണ്ടാമത്തെ സ്കാനിങ് എനിക്ക് നൽകിയത് ഒരു പോസിറ്റീവ് റിസൾട്ടല്ലായിരുന്നു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ നമുക്ക് ഹൃദയമിടിപ്പ് കേൾക്കാനായി സാധിക്കും. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അതുണ്ടായില്ല. കുഞ്ഞിൻ്റെ ഇടിപ്പ് കേട്ടില്ല. അത് നഷ്ടപ്പെട്ടു എന്നാണ് റിസൾട്ടിൽ വന്നത്. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. കാരണം അങ്ങനെ ഒരു റിസൾട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ശാരീരികമായി എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ സംഭവിച്ചതല്ല എന്ന് ഡോക്ടർ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ക്രോമോസോം അബ്നോർമാലിറ്റി കാരണമാണ്. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അനുസരിച്ച് മിസ്കാരേജ് ആകാനുള്ള 50% സാധ്യത ഉണ്ടായിരുന്നുവത്രേ. എന്നിരുന്നാലും 2 ആഴ്ച കൂടെ നമുക്ക് കാത്തിരിക്കാം. അത് കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച ഞങ്ങൾ കാത്തിരുന്നു. മൂന്നാമത്തെ സ്കാനിങ് ചെയ്തു. പക്ഷേ അപ്പോഴും അതിൽ കാര്യമായ മാറ്റമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അബോർഷൻ തന്നെയാണ് നല്ലത് എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ ഒരാഴ്ച കൂടെ കാത്തു നിൽക്കാം എന്നായിരുന്നു ഞങ്ങൾക്ക്. അന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ബ്ലീഡിങ് തുടങ്ങി. ഉടനെ ഹോസ്പിറ്റലിലെത്തി. പിന്നീടുള്ള 3 ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് ആ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ അവസ്ഥ തനിക്കൊപ്പം നിന്ന ഭർത്താവും അച്ഛനും അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കും എല്ലാം മീനു നന്ദി പറയുന്നുണ്ട്. തൻ്റെ സംശയങ്ങളെല്ലാം തീർത്ത് വളരെ കൃത്യമായി എല്ലാം വിശദീകരിച്ചു തന്ന ഡോക്ടറെക്കുറിച്ചും മീനു സംസാരിക്കുന്നുണ്ട്.